ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ റഷ്യയുടെ അഭിമാനമായിട്ട് അവർ ഈ അടുത്തിടെ നിർമ്മിച്ച് അവതരിപ്പിച്ച ലോകത്തെ തന്നെ വിസ്മയമെന്ന് വിശേഷിപ്പിച്ച അവരുടെ ഒരു ബ്രിഡ്ജുണ്ട്. ക്രിമിയൻ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഉക്രൈൻ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ്. ഒരു അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെയാണ് ക്രിമിയൻ ബ്രിഡ്ജ് തകർത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് റഷ്യയുടെ മെയിൻ ലാൻഡിനെ ഈ ക്രിമിയൻ ദ്വീപുമായിട്ട് പെനിൻസുലയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. ഏതാണ്ട് $3 ബില്യൺ ചെലവഴിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച ഒരു പ്രോജക്റ്റാണിത്. ആ ഒരു പാലത്തെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. വളരെ മാരകവും ശക്തവുമായ ഒരു സ്ഫോടനമാണ് ഈ ഒരു ബ്രിഡ്ജിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് കാര്യമായി തന്നെ അതിൽ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് പൂർണ്ണമായ തോതിൽ ഈ ഒരു ബ്രിഡ്ജ് ഓപ്പറേഷണൽ ആയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് 19 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണിത്. റഷ്യയും ഈ ക്രിമിയയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജാണിത്. ഇതാണ് ഇപ്പോൾ ഏകദേശം 1000 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും നീളമുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ക്രിമിയൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കാരണം 19 കിലോമീറ്റർ ആണ് ഇത് നീണ്ടു കിടക്കുന്നത്. ഇതിന് ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം 3.7 ബില്യൺ ഇത് നിർമ്മിക്കുന്നതിനായിട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു വമ്പൻ പ്രോജക്റ്റ് ആണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ്, പുടിന്റെ സ്വപ്ന തുല്യമായ ഒരു പ്രോജക്റ്റ് ആണ് തകർന്നിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം ഈ ഒരു ബ്രിഡ്ജ് കൂടി തകർത്തതോടെ റഷ്യയ്ക്ക് ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം മാത്രമല്ല, വലിയ പ്രഹരമാണ്. ഇത് റഷ്യയെ ആണവായുധം ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് റഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 2022 യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയും വലിയൊരു തിരിച്ചടി റഷ്യയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെട്ടെന്നുള്ള ആക്രമണങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങളായിട്ടോ പ്ലാൻ ചെയ്ത, എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 വർഷം എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ ആക്രമിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ബോംബർ വിമാനങ്ങളടക്കം തകർത്തത്. ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് റഷ്യയ്ക്ക് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അവരുടെ ആണവായുധം ബോംബർ വിമാനങ്ങളിലൂടെ പ്രയോഗിക്കാനുള്ള ശേഷിയെ കാര്യമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അവരുടെ കോൺഫിഡൻസ് തകർത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഘാതം റഷ്യയുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറകെ തുടർച്ചയായി പല ആക്രമണങ്ങൾ ഇപ്പോൾ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ മുമ്പേ പ്ലാൻ ചെയ്ത ആക്രമണങ്ങൾ ആയതുകൊണ്ട് തന്നെ റഷ്യയിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഇതേ രീതിയിലുള്ള കൂടുതൽ ആക്രമണങ്ങൾ റഷ്യയിൽ നടക്കുമോ എന്ന ആശങ്കയാണ്. പ്രധാനമായിട്ട് ഇവിടെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന നാറ്റോയും ഉപയോഗിക്കുന്നത് മോഡേൺ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്. പ്രത്യേകിച്ച് ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടു കൂടിയുള്ള ആക്രമണങ്ങളാണ് ഏറ്റവും അധികം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്രിമിയയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ ഒരു അണ്ടർ വാട്ടർ സ്ഫോടനം നടത്തിയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ഇവരുപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണമാണോ അല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണമാണോ, ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ റഷ്യയിൽ ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യക്കാർക്കിടയിൽ അമർഷം പുകയുകയാണ്. പുടിന് എതിരായിട്ട് ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അന്തിമ ഒരു ആക്രമണത്തിന് റഷ്യ മുതിരുകയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുചെന്ന് എത്തിക്കാം, അല്ലെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് അത് നയിച്ചേക്കാം. കാരണം റഷ്യക്ക് നന്നായിട്ട് അറിയാം യുക്രൈൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ യുക്രൈനെ ഇത് ചെയ്യാൻ സഹായിക്കുന്ന രാജ്യങ്ങളെയും റഷ്യ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് അത് നയിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ അത് തള്ളിയിടും. കാരണം റഷ്യ ഇനി അവർക്കിത് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു യുദ്ധം കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ ഡ്രോണുകളുടെയും മറ്റുമൊക്കെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ റഷ്യയെ പോലെ ഒരു രാജ്യത്തിന് ഒരുപാട് സുരക്ഷാ ഭീഷണികളുണ്ട്. അമേരിക്കയുമായിട്ടൊക്കെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അവരുടെ ആയുധശേഷി ഭയങ്കരമായിട്ട്, അവരുടെ ആ ഒരു നിലവിൽ അവരുടെ കൈവശമുള്ള ആയുധങ്ങളുടെ എണ്ണത്തിൽ ഭയങ്കരമായ കുറവ് വന്നു കഴിഞ്ഞാൽ, ഒരു പരമ്പരാഗത യുദ്ധം നയിക്കാനുള്ള അവരുടെ ഒരു കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആണവായുധത്തെക്കുറിച്ച് പോലും ചിന്തിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ റഷ്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാനാണോ യുക്രൈനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന ശക്തികളുടെ ലക്ഷ്യമെന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ മറ്റൊരു 3ാം ലോക മഹായുദ്ധം ആസൂത്രണം ചെയ്യുകയാണ്. എന്തായാലും സ്ഥിതിഗതികൾ വളരെ ഗുരുതരമായിട്ട് മാറിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.